അതാണ് പൊതുവെ പറയാനുള്ളത്. അദ്ദേഹത്തെ വിടാതെ നമ്മൾ ഇവിടുന്ന് പിന്മാറുന്നില്ല. അല്ല, ഒരാളെ എടുത്തിട്ടുള്ളൂ. എന്തിന്റെ പേരിലാണ് കസ്റ്റഡി എടുത്തത്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ്. അല്ല, വന്നിട്ടില്ല, CI വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിന്റെ പേരില്ല? ഞങ്ങൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ മാറിക്കൊടുക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രതിഷേധം പറയണം. ആ പ്രതിഷേധം സർക്കാർ കേൾക്കണം. ആ ന്യായം നടപ്പിലാക്കി കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അംഗത്തിന്റെ കൈ തന്നെ പിടിച്ച് തിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഇതാണ് നിലപാട്. എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എല്ലാത്തിനും പരിധിയില്ലേ? ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ വയനാട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥയെത്തും. മുണ്ടക്കയും ചൂരൽമലയിലും ഒരു വീട് പോലും പണിയാത്ത സർക്കാരിന്റെ, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാത്ത സർക്കാരിന്റെ നിലപാട് ഇവിടെ ഈ കുടുംബത്തോടും കാണിക്കും എന്നുള്ളതുകൊണ്ട് ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആരെയും തടഞ്ഞില്ല. അപ്പോൾ വണ്ടി വളരെ ഒരു പ്രകോപനമില്ലാതെ ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ട് മാറും. അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ വന്നയാ. അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുക. ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല.